ഇങ്ങോട്ട് വാ. ചേച്ചിപ്പെണ്ണിന്റെ കയ്യിലെ റോസപ്പൂ ഒന്ന് കാണിച്ചേ. ഇന്ന് എന്നാ ദിവസാ മാളു? പറ, ഇന്ന് എന്നാ ദിവസാ? പറഞ്ഞേ, ഇന്ന് എന്നാ ദിവസാ? നവംബർ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്നാ? ചാച്ചാജിയുടെ എന്നത് പറ, വേഗം പറ. ജന്മദിനം. മാളുവിന് ശരിക്കും അറിയാം. മാളു ചുമ്മാ നമ്പർ ഇറക്കുന്ന കേട്ടോ. നമ്മളൊരു കാര്യം തെരുതെരച്ച് ചോദിച്ചാൽ മാളു അറിയാമെങ്കിലും പറയത്തില്ല. നമ്മളെ ഒന്ന് ഇതാക്കുവേ, പിന്നെ നമ്മളെ ഒന്ന് കളിപ്പിക്കും. പിന്നെ നടന്നത് ഈ നേഴ്സറിയിലെത്തി എല്ലാവരും തൊപ്പിയും റോസപ്പൂവും പിന്നെ ഓരോ പോസ്റ്ററും ഓരോരുത്തരുടെ കൊടുത്തിട്ട് നടക്കാൻ പറഞ്ഞു. അമ്മമാർ കൂടെ ഉള്ളതുകൊണ്ട് ഈ പിള്ളേർ ടീച്ചർ പറയുന്നത് അനുസരിക്കുന്നില്ല. എല്ലാവരും അവരവരുടെ അമ്മമാരോടെ തന്നെ നിൽക്കുമായിരുന്നു. പിന്നെ മാളുവിൻ്റെ ടീച്ചർ അവനെ എടുത്തിട്ട് ഞാൻ മാളുവിനെ പിടിച്ച് കുറച്ച് നേരം ടീച്ചർ മാളുവിനെ പിടിച്ച് അങ്ങനെ മാറി മാറിയായിരുന്നു. പിന്നെ കണ്ടോ, ഇങ്ങനെ എന്നാ പിള്ളേരാണെങ്കിൽ അവരവരുടെ ഇഷ്ടത്തിനായിരുന്നു ഓരോന്ന് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതൊന്നും അല്ല അവർ ചെയ്യുന്നത്. പിന്നെ ആണെങ്കിൽ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേനും മെമ്പർ വന്നു. കുട്ടികൾക്ക് മിഠായിയൊക്കെ കൊടുത്തു. പിന്നെ അവരെ എല്ലാവരെയും നോക്കിയിട്ട് നല്ല അടിപൊളി ചാച്ചാജിമാരും ഒക്കെയാണെന്നൊക്കെ പറഞ്ഞ്. പിന്നെ അമ്മമാർക്കും തന്നു കേട്ടോ മിഠായി. ഞങ്ങളതൊക്കെ മേടിച്ച് അപ്പം തന്നെ കഴിച്ചു. പിന്നെ ചെറുക്കനാണ് മിഠായി കണ്ടപ്പം ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ മിഠായി എല്ലാം കഴിച്ച് ഞങ്ങൾ നിന്നപ്പോഴത്തേന് പായസം ഉണ്ടായിരുന്നു. അങ്ങനെ പായസമൊക്കെ കഴിച്ച് ഞാൻ ടീച്ചറിനോട് പറഞ്ഞു മാളു പ്രസംഗം പഠിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ടീച്ചർ പറഞ്ഞായിരുന്നു മാളുവിനെ പിന്നെ പറയിപ്പിച്ചോളാന്ന്. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെയാണ് ഈ എടുത്തത്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റ ബൈ.